ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പി നോക്കാം. ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, നല്ലൊരു പാലപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 2 കപ്പ് അരി 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 5-6 തവണ നല്ലവണ്ണം വെള്ളം തെളിയുന്നത് വരെ നിങ്ങൾ വാഷ് ചെയ്യണം. അതിന് ശേഷം കുതുക്കാൻ വെക്കുക. കുതിർത്തതാണ് ഇത്. നമുക്കൊരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചോറ്, വെന്ത ചോറ്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇതുകൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സർ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇങ്ങനെ ലാസ്റ്റ് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ ഒരു 5 മുതൽ 8 മണിക്കൂർ വരെ വെക്കാം. നാല് മണിക്കൂറിനകം ഇവിടെ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി അപ്പം ചുട്ടു തുടങ്ങാം. നല്ല സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചിക്കൻ സ്റ്റൂവിൻ്റെയോ മട്ടൺ സ്റ്റൂവിൻ്റെയോ ബീഫ് സ്റ്റൂവിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. ഇതൊരു വളരെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്.